നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം. നമസ്തേ പ്രശാന്ത്. ഈ തവി ഇല്ലാത്ത ഒരു ലോകത്തെക്കുറിച്ച് ആലോചിക്കാൻ ഒരു തമിഴ്നാട് മുഖ്യമന്ത്രിയും ഇതുവരെ തയ്യാറായിട്ടില്ല. പുതിയ ജോസഫ് സി വിജയ് എന്ന മുഖ്യമന്ത്രിയും ഈ തവി ഉപേക്ഷിക്കാൻ ഒട്ടും തയ്യാറില്ല. തവി എന്താണെന്നല്ലേ? തമിഴ് വികാരം. അതെങ്ങനെ പരമാവധി മുതലെടുത്ത് സിനിമയിലായാലും രാഷ്ട്രീയത്തിലായാലും, തമിഴ്നാട് അങ്ങനെയാണല്ലോ, സിനിമയും രാഷ്ട്രീയവും കുഴുക്കിലൊന്നും നടക്കുകയാണ്. ഈ തമിഴ് മക്കളെന്നുള്ള വികാരം മുതലെടുത്ത് എന്തൊക്കെ ചെയ്യിപ്പിക്കാമോ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കും. ഇപ്പോഴത്തെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ മുഖ്യമന്ത്രി വിജയ് പറഞ്ഞിരിക്കുന്നത് കേരളത്തിൻ്റെ മുല്ലപ്പെരിയാർ അണക്കെട്ട് നിർമ്മാണമെന്ന ആ ആവശ്യത്തോട് ഒരിക്കലും യോജിക്കാനാകില്ല, എതിർക്കുമെന്ന്. പക്ഷേ നമ്മുടെ മുഖ്യമന്ത്രി വി ഡി സതീശൻ എന്താണ് നേരത്തെ പറഞ്ഞത്? ഞാൻ ബജറ്റ് അവതരിപ്പിച്ച ശേഷം എനിക്ക് തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ് ഒന്ന് കാണാനുണ്ട്, മുല്ലപ്പെരിയാർ മാത്രമല്ല പല വിഷയങ്ങളും സംസാരിക്കാനുണ്ട് എന്നൊക്കെയാണ്. ഒരു ദ്വിഭാഷാ ചർച്ച വേണം എന്നൊക്കെ അദ്ദേഹം പറഞ്ഞായിരുന്നു. പക്ഷേ അതിനോട് വളരെ വൈരുദ്ധ്യാത്മക വിരുദ്ധ എന്നുള്ളൊരു സ്റ്റൈലുണ്ടല്ലോ, ആ നിലപാടാണ് ജോസഫ് സി വിജയ്ക്ക്. ശരിക്കും ഈ 125 വർഷം കഴിഞ്ഞ ഒരു അണക്കെട്ട്, അതും കെട്ടിപ്പിടിച്ചുകൊണ്ട് തമിഴ്നാട് എത്ര കാലം ഇരിക്കും? ഒരു വലിയ ചോദ്യമാണ്. അതെ. അല്ല, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഞാൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെ വരുന്നു. രാജേഷ് ജിക്ക് തോന്നുന്നുണ്ടോ ഈ മുല്ലപ്പെരിയാറാണ് വിഷയം എന്ന് തോന്നുന്നുണ്ടോ? ഇല്ലില്ല. അതിൻ്റെ പിന്നിലൊരു വലിയ അജണ്ടയുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, തവിയാണ്, ഒരു ഇളക്കൽ. അല്ല, തമിഴ് വികാരം മാത്രമല്ല, ഇവിടെ മലയാളി വികാരവും ഇളക്കി വിടുകയാണ് വിജയ്. വിജയ് വലിയ ഒരു കലാപത്തിനുള്ള ആഹ്വാനമാണ് നടത്തിയിരിക്കുന്നത്. അതിൻ്റെ ലക്ഷ്യം കൂടി ഞാൻ പറയാം. ശരിയായ ടാർഗറ്റ് ശബരിമല അയ്യപ്പനാണ്. ശബരിമല അയ്യപ്പനാണ്, ശബരിമല ക്ഷേത്രമാണ്, ശബരിമല തീർത്ഥാടനമാണ്. വിജയ് ഇങ്ങോട്ട് വരണ്ട, വിജയ് വേണ്ട. വിജയ് വരുന്നതോ വരാത്തതോ അല്ല, കെട്ടും കെട്ടി തമിഴന്മാർ ഇവിടെ വരുന്നു. അതുകൊണ്ട് ഞാൻ ഇതിന്റെ ഒരു ചരിത്രം പറയാം. വരുമാനമൊന്നുമല്ല, ഇത് കൃത്യമായൊരു ഇവാഞ്ചലിക്കൽ അജണ്ടയാണ്, മതം മാറ്റ ലോബിയുടെ അജണ്ടയാണത്. അത് ജോസഫ് സി വിജയിലൂടെ നടപ്പാക്കുന്നു. അത് മാത്രമല്ല, അതായത് മുമ്പും ഈ വിഷയം ഉണ്ടായപ്പോൾ, അതായത് മുല്ലപ്പെരിയാർ ഇപ്പ പൊട്ടും എന്ന് പറഞ്ഞ് വിഷയം ഉണ്ടാകാറുണ്ട്. കേരളത്തിൽ ഈ മുല്ലപ്പെരിയാർ ഇഷ്യൂ ഏറ്റവും കൂടുതൽ എടുത്ത് അലക്കിയിട്ടുള്ളത് 2 പേരാണ്. ഒന്ന് കേരള കോൺഗ്രസ്, 2 പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ. അതായത് നമ്മൾ ഈ കമ്പം തേനി റൂട്ടിലൂടെ വരുന്ന അയ്യപ്പന്മാർ, അവർ അതിർത്തി ചെക്ക് പോസ്റ്റ് കടന്നിപ്പുറത്ത് കയറുമ്പോൾ അവിടെ അവരെ തടയുന്നു, അവരെ ആക്രമിക്കുന്നു, തമിഴ് വണ്ടികൾ ആക്രമിക്കുന്നു, തമിഴന്മാരെ സഞ്ചരിച്ചു വരുന്ന വാഹനം ആക്രമിക്കുന്നു, ഈ തമിഴന്മാരെ ഒറ്റതിരിഞ്ഞ് അപായപ്പെടുത്താൻ ശ്രമിക്കുന്നു. ഇതെല്ലാം കേരളത്തിൽ നടന്നതാണ്. ഇത് എപ്പോഴാണ് ഈ മുല്ലപ്പെരിയാർ വിഷയം കത്തുന്നത്? അതായത് നോക്കൂ, ജൂൺ ജൂലൈ മാസത്തിൽ ഇവിടെ വലിയ മഴയാണ് അല്ലേ, ഓഗസ്റ്റ് വരെ. ഈ മഴക്കാലത്ത് ഒരു പ്രശ്നവുമില്ല, വലിയ മഴ പെയ്യും അല്ലേ. നമ്മുടെ ഇപ്പോൾ 2018 പ്രളയ സമാനമായ ഒരു വലിയ വെള്ളപ്പൊക്കം കേരളത്തിലുണ്ടായി, മഴ പെയ്തു. മുല്ലപ്പെരിയാറിന് അപ്പോഴൊന്നും പറ്റിയില്ല, അത് ദൈവാധീനം. പക്ഷെ മുല്ലപ്പെരിയാറിനൊന്നും പറ്റില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല, അതവിടെ നിൽക്കട്ടെ. അതുകൊണ്ട് ഉമ്മൻചാണ്ടി പറഞ്ഞതാണ് ശരി, ഞാൻ അതിനോട് പൂർണ്ണമായിട്ട് യോജിക്കുന്നു. തമിഴ്നാടിന് ജലം, കേരളത്തിന് സുരക്ഷ, അതായിരിക്കണം അജണ്ട. അത് മുല്ലപ്പെരിയാറിന് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചാൽ, ആ ഡാമിൽ ഒരു ഡാം പൊട്ടിയാൽ കേരളത്തിലെ 3 ജില്ലകളില്ല. പിന്നെ തീർച്ചയായിട്ടും മധ്യ കേരളത്തിലെ 3 ജില്ലകളില്ല. അപ്പോൾ ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് എങ്ങനെയാണ് നമ്മൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്? കാരണം നമ്മൾ ഈ പ്രളയ സമയത്ത് നമ്മൾ കണ്ടതാണ്, ആലുവ വഴി പ്രളയം കയറി ഒലിച്ചു പോയത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതിനേക്കാൾ എത്ര ഇരട്ടി ഭീകരമാണ്. അതെ, അതിനേക്കാൾ വളരെ ഭീകരമായിരിക്കും. ഞാൻ പറയുന്നത്, ഇത് പ്രളയവും മഴയും ഡാമും ഒന്നും അല്ല വിഷയം. ഇത് കലാപാഹ്വാനമാണ്. ഒരു മുഖ്യമന്ത്രി തന്നെ ഇത് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ. അപ്പോൾ ഈ ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസത്തിൽ നല്ല മഴയാണ്, അപ്പോൾ ഒരു പ്രശ്നമില്ല. സെപ്റ്റംബർ അങ്ങോട്ട് കഴിഞ്ഞ്, ഓണം കഴിഞ്ഞ് നമ്മൾ പതുക്കെ ഒക്ടോബറിലേക്ക് വരുമല്ലോ.
തുലാമാസം ഒരു പകുതിയൊക്കെ ആവുമ്പോൾ തുടങ്ങും മുല്ലപ്പെരിയാർ ചൊറിച്ചിൽ തുടങ്ങും. അത് ഈ വൃശ്ചിക മാസത്തിലെ മണ്ഡലകാലം ആരംഭിക്കുന്നതിന് മുമ്പുള്ള വിഷയമാണ്. ഈ ശബരിമലയിലേക്ക് അയ്യപ്പന്മാർ കൂട്ടം കൂട്ടമായി തമിഴ്നാട്ടിൽ നിന്ന് വരുന്നത്, എനിക്ക് തോന്നുന്നു തമിഴ് ജനതയിൽ നല്ലൊരു പങ്ക് വരുന്നുണ്ട്. ഇവര് ഈ തമിഴ് ജനത വരുന്നത് അവർ അവിടുന്ന് ഡീസലും പെട്രോളും അടിച്ചാണ് വരുന്നത്. അല്ല, കേരളത്തിൽ ഒന്നും അടിക്കാറില്ല. വിലക്കുറവാണ്. അല്ല, അവരവിടുന്ന് അടിക്കും. അവിടെ നിന്ന് അവർ വസ്ത്രങ്ങൾ വാങ്ങുന്നത് അവിടുന്നാണ്. മറ്റ് ഈ പൂജാ സാധനങ്ങൾ വാങ്ങുന്നത് അവിടുന്നാണ്. അകപ്പാട് അവർ ചെയ്യുന്നത് ഇവിടെ വന്നത് ഒരു ഹോട്ടലിൽ വന്ന് ഒരു നേരത്തെ ഫുഡ് കഴിക്കുക, 2 നേരത്തെ മിക്കവാറും അതൊരു വാഹനത്തിൽ തന്നെ ബൾക്കായിട്ട് വരികയാണെങ്കിൽ പാകം ചെയ്ത് കഴിക്കുക. അങ്ങനെയാണെങ്കിൽ പോലും അവരിവിടെ പണം ചെലവാക്കുന്നില്ലേ? അതല്ല രാജേഷ് ജി ഇതിൻ്റെ വിഷയം. അതായത് ഇതൊരു മതം മാറ്റ ലോബിയുടെ അജണ്ടയാണ്. എത്രയോ കാലമായിട്ട് തമിഴ്നാട്ടിൽ കൂട്ടമായിട്ട് ആൾക്കാരെ പല പ്രലോഭനങ്ങളും ഭീഷണിയും ഒക്കെ ചെലുത്തി ആൾക്കാരെ മതം മാറ്റും. ഈ മതം മാറ്റി കഴിഞ്ഞവർക്ക് കൊന്തയൊക്കെ കൊടുക്കും ഒക്കെ ആയി അവരങ്ങനെ ഹല്ലേലൂയ പാടി നടക്കും. പക്ഷേ മണ്ഡലകാലം വരണം, അവൻ ഈ കൊന്തയെല്ലാം വലിച്ച് ദൂരെ കളഞ്ഞേച്ച് മാലയിട്ട് വ്രതമെടുത്ത് ശബരിമല വരും. അത് അവൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. അല്ല, എനിക്കറിയില്ല, അതിലൊരു തെറ്റുമില്ല. അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കണേ? ഈ മതം മാറ്റിയവർക്ക് ചിലവാക്കിയ പണമടക്കം എല്ലാം നഷ്ടമാണ്, എല്ലാം വെള്ളത്തിലാണ്. നോക്കൂ, അവിടുന്ന് പിന്നെ മുസ്ലിങ്ങൾ വരാറുണ്ട് ശബരിമലയ്ക്ക്, ക്രിസ്ത്യാനികൾ വരാറുണ്ട്, ഹിന്ദുക്കൾ വരാറുണ്ട്. ഇതൊന്നും ശബരിമല അയ്യപ്പൻ എന്ന് പറയുന്നത് അവരുടെ പാണ്ഡ്യ ദൈവമാണ്. പാണ്ഡ്യ കുലത്തിൻ്റെ ദൈവമായിട്ടാണ് അവർ കാണുന്നത്. വന്നിരുന്നത് കേരളത്തിലാണെന്നേ ഉള്ളൂ. പക്ഷെ അവർ പാണ്ഡ്യരാജ്യത്തെ രക്ഷിക്കുന്ന ദൈവം, കലിയുഗ വരദനാണ് സ്വാമി അയ്യപ്പൻ. അതുകൊണ്ടാണ് അവർക്കുള്ളതെല്ലാം ഇവിടെ കൊണ്ടുവന്ന് സമർപ്പിക്കുന്നത്. അപ്പോൾ അതിനെ വലിയ രീതിയിൽ ഈ തമിഴ്നാട്ടിൽ ഒരു ലോബി, തമിഴ്നാട്ടിൽ മാത്രമല്ല കേരളത്തിലുമുണ്ട്. അവരാദ്യം കേരളത്തിൽ ഇത് ഇളക്കി വിടാൻ നോക്കി, വിജയിച്ചില്ല. വിജയിച്ചത് അയ്യപ്പനാണ്. ഓരോ തവണയും ഇവർക്ക് പരാജയമാണ് ഉണ്ടായത്. ഇവരോരോ തരത്തിൽ ഈ അയ്യപ്പന്മാരെ ആക്രമിക്കാൻ ശ്രമിച്ചു, അത് ചെയ്തു, ഇത് ചെയ്തു, പലതും ചെയ്തു നോക്കി. പോപ്പുലർ ഫ്രണ്ടൊക്കെ വലിയ രീതിയിൽ അക്രമാസക്തമായിട്ട് പെരുമാറാൻ നോക്കി, പക്ഷെ ഒന്നും വിജയിച്ചില്ല. ഇപ്പോൾ ഇത് തമിഴ്നാട്ടിൽ ഈ ലോബി കളിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. കാരണം അവരുടെ മുഖ്യമന്ത്രി വന്നു, അവരുടെ സ്വന്തം ആൾ അവിടെ മുഖ്യമന്ത്രിയായി. അപ്പോൾ ആ മുഖ്യമന്ത്രി കൃത്യമായിട്ട് ഒരു നീറുന്ന വിഷയം എടുത്തിട്ടിരിക്കുകയാണ്. ഇത് മുല്ലപ്പെരിയാർ അണക്കെട്ട് ബലപ്പെടുത്തി 142 അടി വെള്ളം, ഈ 152 അടി ആക്കിയാൽ തമിഴ്നാട്ടിന് എന്താ അതുകൊണ്ട് മെച്ചം എന്താ? 142 അടി ആവുമ്പോൾ തന്നെ അതാ 136 അടിയിൽ നിർത്തിയാൽ പോലും അവർക്ക് ആവശ്യമുള്ള വെള്ളം കിട്ടുന്നില്ലേ? തെക്കൻ തമിഴ്നാട്ടിലെ ജില്ലകൾ നിലനിൽക്കുന്നത് മുല്ലപ്പെരിയാറിലെ വെള്ളം കൊണ്ടാണ്. അവിടുത്തെ കൃഷി നടക്കുന്നത് മുല്ലപ്പെരിയാറിലെ വെള്ളം കൊണ്ടാണ്. ഇവിടെ എവിടെയാണ് കേരളം വെള്ളം കൊടുക്കില്ല എന്ന് പറഞ്ഞത്? കേരളം എന്തെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? പിന്നെ എന്തിനാണ് ഇവർ ഈ 142 അടിയും 182 അടിയും ഒക്കെ ആക്കണം, ഈ ഡാം തമിഴ്നാടിന് അവകാശപ്പെട്ടതാണ് എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നത്? എന്തടിസ്ഥാനത്തിലാണ്? അപ്പോൾ ഇതൊന്നുമല്ല അതിൻ്റെ അജണ്ട. മുല്ലപ്പെരിയാറെ അല്ല, മുല്ലപ്പെരിയാറിൻ്റെ പേരിൽ മുതലെടുക്കാനാണ്. നോക്കൂ, വേറൊരു കാര്യം ചിന്തിക്കൂ. ഇപ്പോൾ വിജയ് അവിടെ ഭരിക്കുന്നത് ആരുടെ പിന്തുണയിലാണ്? കോൺഗ്രസിൻ്റെ CPM-ൻ്റെയും പിന്തുണയിലാണ്, അല്ലേ? ഇവിടെ കേരളം ഭരിക്കുന്നത് കോൺഗ്രസ്സാണ്. ഈ വിജയ് ഡൽഹിയിൽ പോയി രാഹുൽ ഗാന്ധിയെ കെട്ടിപ്പിടിച്ചു, അല്ലേ? രാഹുൽ ഗാന്ധിക്ക് വിജയിനെ കെട്ടിപ്പിടിക്കാൻ ഒരു മടിയും ഉണ്ടായില്ല, പിണറായിയെ കെട്ടിപ്പിടിക്കില്ലെന്നേ ഉള്ളൂ. പ്രശ്നമുണ്ട്. അല്ല, അതിന് കാരണങ്ങളുണ്ട്. രാഹുൽ ഗാന്ധിക്ക് അത് എന്തെങ്കിലും ആകട്ടെ, രാഹുൽ ഗാന്ധി എന്തായാലും വിജയിനെ കെട്ടിപ്പിടിച്ചു, വിജയ് രാഹുൽ ഗാന്ധിയെയും കെട്ടിപ്പിടിച്ചു. എന്നാൽ എന്തുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസ് CPM നേതാക്കൾക്ക് വിജയിനോട് ശക്തമായിട്ട് പറയാമല്ലോ, ഞങ്ങളുടെ MLA-മാരാണ് നിങ്ങളെ പിന്തുണയ്ക്കുന്നത്? ഇതറിയാവുന്നത് കൊണ്ടാണ് വിജയ് AIDMKയെ നശിപ്പിച്ച് അതിനെ പിളർത്തി അതിലെ MLA-മാരെ രാജിവെപ്പിച്ച് അല്ലെങ്കിൽ അവരെ ഇങ്ങോട്ട് ചാടിച്ച് TVKയിൽ കൊണ്ടുവന്ന് മാറ്റിയെടുക്കാൻ. ഈ ഒരു സാഹചര്യത്തിൽ ഈ വിജയ് മുന്നോട്ട് വെക്കുന്ന ഈ വാദത്തിനെതിരെ ഏതെങ്കിലും ഒരു തമിഴ് രാഷ്ട്രീയ പാർട്ടി നിൽക്കുമോ? ദ്രാവിഡ പാർട്ടി നിൽക്കുമോ? ഇല്ല. ഇനി അവിടെ ഇപ്പോൾ BJPയിൽ നിന്ന് പോയ അണ്ണാമലയുണ്ട്, അണ്ണാമല നിൽക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് കണ്ടറിയണം. അണ്ണാമലയുടെ രാഷ്ട്രീയം നമ്മൾ ഇനി BJPയിൽ നിന്ന് വിട്ടുപോയെങ്കിലും അണ്ണാമല എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് വ്യക്തമല്ല, സൈലൻ്റാണ്.
അല്ല, അണ്ണാമലയും ഈ വിഷയം ഏറ്റെടുക്കാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സാധ്യത- കാരണം ഒരു തമിഴ് മക്കൾ വാദം അല്ല, വരികയാണെങ്കിൽ അണ്ണാമലൈ മുല്ലപ്പെരിയാറിലെ വെള്ളത്തിന്റെ കാര്യത്തിൽ കോംപ്രമൈസ് ചെയ്യില്ല. ഇല്ല. കാരണം തമിഴ് ജനത, തമിഴ് സംസ്ഥാനം നിലനിൽക്കുന്നത് കൃഷിയിലാണ്. കൃഷിയില്ലെങ്കിൽ അവരില്ല. കേരളം പോലെയല്ല. കേരളത്തിനാണ് കൃഷി വേണ്ട, ഇവിടെ ആൾക്കാർക്ക് കൃഷി വേണ്ട. ഇപ്പോഴും നമ്മളീ പറയുമ്പോഴും ഏതാണ്ട് 20 ലക്ഷത്തിലധികം ആൾക്കാർ കൃഷിയെ ഉപജീവനമാക്കിയിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. പക്ഷെ അവർക്ക്, ഈ കേരളത്തിൻ്റെ മൊത്തം ജനതയ്ക്ക് കൃഷിയോട് ഒരു പുച്ഛമാണ്. തമിഴൻ അങ്ങനെയല്ല. അവന് കൃഷി അവൻ്റെ ജീവിതമാണ്. കൃഷിയിൽ നിന്ന് വ്യവസായം, വ്യവസായത്തിൽ നിന്നാണ് അവിടെ മറ്റെല്ലാം ഉണ്ടാകുന്നത്. അപ്പോൾ ഏത് നാടും പുരോഗമിക്കണമെങ്കിൽ അടിസ്ഥാനപരമായിട്ട് കൃഷി വേണം. അതുകൊണ്ട് അവർക്ക് വെള്ളം കിട്ടിയേ തീരുള്ളൂ. അവർക്ക് വെള്ളം കൊടുക്കാതിരിക്കാൻ പറ്റില്ല. വെള്ളം കൊടുക്കണം. ഞാൻ പറയണ, തമിഴ്നാടിന് വെള്ളം കൊടുക്കാതെ പിടിച്ചു വെച്ചിട്ട് നമുക്ക് എന്താ ഗുണം? നമ്മളവിടെ ഡാമൊക്കെ കെട്ടി ഇത്രയും വെള്ളം ശേഖരിച്ചു വച്ചിരിക്കുന്നു, എന്താ പ്രയോജനം? അവൻ അവിടെ നിന്ന് ആ വെള്ളം കൊണ്ടുപോയി അത് ഉപയോഗിച്ച് ജലവൈദ്യുത പദ്ധതി ചലിപ്പിക്കുന്നു, അതുപയോഗിച്ച് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നു. എന്നിട്ട് അതേ വെള്ളം തന്നെ കൃഷിക്കായിട്ട് ഇറിഗേഷൻ പ്രോജക്റ്റുകളിലേക്ക് തിരിച്ചു വിടുന്നു. നമ്മൾ കുറച്ചിട്ടില്ലല്ലോ ഒരിക്കലും. അല്ല, 142 അടിയാണ്. മഴ പെയ്താൽ 142 അടി വരെ വെള്ളം നമുക്ക് ശേഖരിക്കാൻ പറ്റും, ഡാമിന് ശേഖരിക്കാൻ പറ്റും. അതിന് കുഴപ്പമൊന്നുമില്ല. ഇനി അതവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ തമിഴ്നാട് ആ വെള്ളം ശരിയായ രീതിയിൽ വിനിയോഗിക്കുന്നുണ്ട്. നമുക്കും സന്തോഷം. കാരണം അവിടെ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികൾ ഇങ്ങോട്ട് വന്നാലേ നമുക്കും ആഹാരം കഴിക്കണമല്ലോ. ഓണത്തിന് സദ്യ ഉണ്ടാക്കണമെങ്കിൽ, ഓണത്തിന് മാത്രമല്ല, നമ്മൾ ഒരു ദിവസം കേരളത്തിൽ പച്ചക്കറി എത്തണമെങ്കിൽ അത് തമിഴ്നാട്ടിൽ നിന്ന് വരണം. തീർച്ചയായിട്ടും. അത് വെണ്ടയ്ക്കയായാലും പാവയ്ക്കയായാലും വെള്ളരിയായാലും പടവലങ്ങയായാലും മത്തങ്ങ, കുമ്പളങ്ങ എല്ലാം. നമ്മളിവിടെ പറയും നമ്മൾ മറ്റേ പച്ചക്കറിയിൽ സ്വയം പര്യാപ്തത, ഒരു ഉളുപ്പുമില്ലാതെ പറയുകയാണ് നമ്മൾ. ഒരു സ്വയം പര്യാപ്തതയുമില്ല. തമിഴ്നാട്ടിൽ നിന്ന് വണ്ടി വന്നില്ലേ നമ്മൾ പട്ടിണിയാവും. അടുപ്പിച്ച് 2 ദിവസം വണ്ടി വരാതിരുന്ന 3ൻ്റെ അന്ന് നമ്മളിവിടെ വില കയറുന്ന മാത്രമല്ല, നമുക്ക് ഭ്രാന്താവും. കേരളത്തിന് ഭ്രാന്ത് പിടിക്കും. തീർച്ചയായിട്ടും. അപ്പോൾ ഇവിടെ അതൊന്നും അല്ല ഇവിടുത്തെ വിഷയം. മുല്ലപ്പെരിയാറ് ഒരു ശാന്തമായിരിക്കുന്ന ഒരു സാഹചര്യം. അതിനെ സംബന്ധിച്ച് ഇപ്പം തർക്കങ്ങളൊന്നുമില്ല. കേരളം ഒരു തരത്തിലും അവരോട് മുഖം തിരിച്ചിട്ടില്ല. തമിഴ്നാട്ടിന് സ്റ്റാലിൻ ഭരിച്ചുകൊണ്ടിരുന്ന ഈ 10 വർഷവും മുല്ലപ്പെരിയാർ ഒരു ഇഷ്യൂ ആയിരുന്നില്ല. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും പിണറായി വിജയനും സ്റ്റാലിനും തമ്മിൽ ആ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്. അവിടെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടായാലും സ്റ്റാലിൻ അത് പറഞ്ഞു നിർത്താൻ അറിയുമായിരുന്നു. അവർക്ക് എത്ര അളവിൽ വെള്ളം കിട്ടിയിരുന്നോ അത്രയും അളവിൽ ഇപ്പോഴും വെള്ളം കൊടുക്കുന്നുണ്ട്. തുലാം മാസത്തിൽ ശബരിമല മേൽശാന്തി തീരുമാനിക്കുന്ന ഇതിപ്പോ നോക്കിക്കോളൂ. ഇത് ഇടവ മാസമായി. ഇത് നേരത്തെ തുടങ്ങിയിരിക്കുക. കാരണം എന്താണ്? ഞങ്ങളുടെ സ്വന്തം മുഖ്യമന്ത്രി ഇവിടെ ഉണ്ട്. ഇവാഞ്ചലിക്കൽ ഗ്രൂപ്പുകൾക്കെല്ലാം വലിയ ശക്തിയുണ്ട്, വലിയ കരുത്തുണ്ട്. നയപ്രഖ്യാപന പ്രസംഗത്തിൽ അല്ല, ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഒളിഞ്ഞിരിക്കുന്ന അജണ്ടകളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതൊരു 2 സംസ്ഥാനങ്ങളെ തമ്മിൽ ഏറ്റുമുട്ടിച്ച് അതിൽ നിന്ന് നേട്ടം കൊയ്യാനുള്ള തന്ത്രം മാത്രമല്ല, അതിൻ്റെ പുറകിൽ ഒരു വലിയ രാജ്യാന്തര ഗൂഢാലോചനയുടെ ഭാഗമാണത്. ഈ ശബരിമല അയ്യപ്പൻ എന്ന് പറയുന്നത് ഇവിടുന്ന് കേവലം ഇന്ന് കേരളത്തിലും തമിഴ്നാട്ടിലും പ്രവർത്തിക്കുന്ന ഇവാഞ്ചലിസ്റ്റുകളുടെ മാത്രം ശത്രുവല്ല. അതിനുമൊക്കെ അപ്പുറത്തേക്ക് ആ ശത്രുത പോകും. അതൊരു രാജ്യാന്തര അജണ്ടയാണ്. അമേരിക്കയിൽ നിന്ന് ഇങ്ങോട്ട് ഫണ്ട് ചെയ്യുന്ന സോറോസ് തൊട്ടുള്ളവർക്ക് ഇതൊരു കണ്ണിലെ കരടാണ് ശബരിമല അയ്യപ്പൻ. അപ്പോൾ അവിടെ എങ്ങനെ കേരളത്തെയും തമിഴ്നാടിനെയും തമ്മിൽ അടുപ്പിക്കാം, എങ്ങനെ ഈ തമിഴ് മലയാളം വൈരം വളർത്താം, വികാരമല്ല വൈരം വളർത്താം, അതാണ് വളരെ നീചമായൊരു പദ്ധതിയാണ്. എന്താ പറയുക, പൈശാചികമായ ബുദ്ധിയിൽ നിന്ന് ഉദിച്ചിരിക്കുന്ന ഒരു പദ്ധതിയാണിത്. ഇത് നിസ്സാരമായിട്ട് തള്ളിക്കളയാവുന്നതല്ല. ഇതിന് നമ്മൾ വലിയ വില കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് കേരളം തീർച്ചയായിട്ടും ഈ പറഞ്ഞതുപോലെ വളരെ ജാഗ്രതയോടുകൂടി, വളരെ ശ്രദ്ധയോടുകൂടി, മതസൗഹാർദ്ദം തകർക്കാത്ത വണ്ണം ഇതിനെ കൈകാര്യം ചെയ്യേണ്ടിയിരിക്കുന്നു. നമ്മുടെ പോളിസി, ഉമ്മൻചാണ്ടി പറഞ്ഞ ആ പോളിസി 100% ഇപ്പോഴും നമ്മൾ യോജിക്കുന്നു. തമിഴ്നാടിന് വെള്ളം, കേരളത്തിന് സുരക്ഷ. അതുകൊണ്ട് അവിടെ പാരിസ്ഥിതിക അനുമതി, കേന്ദ്ര സർക്കാരിൽ നിന്ന് പാരിസ്ഥിതിക അനുമതി കിട്ടിയാൽ മാത്രമേ പുതിയ ഡാം നിർമ്മിക്കാൻ കഴിയുള്ളൂ.
അപ്പോൾ ഈ 125 വർഷം പഴക്കമുള്ള ഒരു ഡാമിനെ, കാലാവധി കഴിഞ്ഞ ഒരു ഡാമിനെ നമ്മൾ വിശ്വസിച്ച് ഇനിയും മുന്നോട്ട് പോകണം എന്ന് പറയുന്നതിനകത്ത് എന്ത് യുക്തിയാണ്? ഡാം ഡീകമ്മീഷൻ ചെയ്യണം എന്നാണ് അന്നോട്ടേ പറഞ്ഞു വരുന്നത്. അപ്പോൾ പകരം പക്ഷേ തമിഴ്നാട്ടിന് വെള്ളം കൊടുക്കാം, തമിഴ്നാട്ടിന് വെള്ളം കൊടുക്കണം. ഈ പിന്നെ മുല്ലപ്പെരിയാർ ഡാമിന് എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ഇടുക്കി അതിലെ വെള്ളം താങ്ങും എന്ന് പറയുന്നത് നമുക്ക് പൂർണ്ണമായിട്ടും വിശ്വാസത്തിലെടുക്കാൻ കഴിയുന്ന കാര്യമല്ല. അവിടെ വളരെ കൃത്യമായിട്ട് കുറച്ചൊക്കെ അത് താങ്ങും, പക്ഷേ ഇടുക്കി ഡാമിനും താങ്ങാൻ പറ്റാത്ത അവസ്ഥ വന്നാൽ എന്ത് ചെയ്യും? ഇതൊക്കെ വലിയ ചോദ്യങ്ങളാണ്. പക്ഷേ ഇതിനെ മുതലെടുക്കാൻ, ഇതിൽ ഈ മുട്ടനാടുകളെ തമ്മിലടിപ്പിച്ച് ചോര കുടിക്കുന്ന ചതിയൻ കുറുക്കൻ്റെ ആ സ്വഭാവം അത് നമുക്ക് അനുവദിക്കാൻ കഴിയുന്നതല്ല. തീർച്ചയായിട്ടും അതിനെ നമ്മൾ ചെറുത്ത് തോൽപ്പിക്കുക തന്നെ വേണം, അതിലൊരു സംശയവും ഇല്ല. മുഖ്യമന്ത്രി വി ഡി സതീശൻ എന്തായാലും ഇപ്പോൾ എന്തായാലും വിജയ് ഭരിക്കുന്നത് കോൺഗ്രസിന്റെയും ഇടതുപക്ഷത്തിന്റെയും മുസ്ലിം ലീഗിന്റെയും പിന്തുണയോടുകൂടിയാണ്. മുസ്ലിം 2 MLA-മാരുണ്ട്. ഞാൻ പറയുന്നത് ഇവർക്ക് 3 പേർക്ക്, LDF-നും UDF-നും. എതിരാളി BJP മാത്രമല്ലേ ഉള്ളൂ. തമിഴ്നാട്ടിലാണെങ്കിൽ BJP ഇപ്പോൾ ശക്തവുമല്ല, അണ്ണാമല പോയതോടുകൂടി ശക്തവുമല്ല. തമിഴ്നാട് ഓർക്കേണ്ട, ഇന്നത്തെ കേരളത്തിന്റെ ബജറ്റിൽ പോലും ഒരു പരാമർശമില്ല മുല്ലപ്പെരിയാറിന്റെ സർവേ എന്നോ പഠനമെന്നോ പറഞ്ഞതിന് ഒരു പ്രകോപനവും ഇല്ല. അങ്ങനെ ഒരു പ്രകോപനവും ഇല്ലാതിരിക്കുമ്പോൾ, കേരളം ഒരു തരത്തിലും ഈ വിഷയത്തെ പ്രകോപിപ്പിക്കാതിരിക്കുമ്പോഴാണ് വിജയ്, അപ്പോൾ അതിനകത്തൊരു ദുഷ്ടബുദ്ധി ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതാണ് ഇവിടുത്തെ വിഷയം. അതുകൊണ്ട് ഇത് നിസ്സാര അജണ്ടയല്ല, ഇതൊരു ആഗോള അജണ്ടയുടെ ഭാഗമാണ്. ഒരു ആഗോള മതം മാറ്റ മാഫിയയുടെ അജണ്ടയാണിത്. വളരെ ശ്രദ്ധയോടെ വേണം ഇതിനെ നമ്മൾ നേരിടാൻ. ഇത് എന്താ പറയുക, വെടിമരുന്ന് കയ്യിൽ വെച്ചിട്ട് സിഗരറ്റ് വലിക്കുന്നത് പോലെ. വിജയുടെ സിനിമ അല്ല, വിജയ് ഒരു സിനിമ ബഹുമാനത്തിൽ ഇനിയും അല്ലല്ല. അത് കേരളത്തിൽ ഇപ്പൊ തന്നെ ഈ വിജയിന്റെ നയപ്രഖ്യാപനം പ്രസംഗം കഴിഞ്ഞതോടുകൂടി വിജയ് ഫാൻസുകാർ, കേരളത്തിലെ വിജയ് ഫാൻസുകാർ പോലും വിജയിനെതിരായിട്ട് വന്നു കഴിഞ്ഞു. കാരണം ആൾക്കാർക്ക് ഇതിൻ്റെ അപകടം അറിയാം. ഈ വിഷയത്തിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ സ്വീകരിക്കേണ്ട. ഇപ്പം ഞാൻ പറയട്ടെ, 136 അടിയിൽ വെള്ളം ശേഖരിക്കുന്നതിന് ആരും എതിരല്ല. ഇത് 142 അടി വരെ ആക്കിയിട്ടും നമ്മൾ എതിർപ്പൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ സഹകരിക്കുന്നു. അതിനെയാണ് 152 അടി ആക്കണമെന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്തൊരു ദുഷ്ടലാക്കുണ്ട്. ആ ദുഷ്ടലാക്ക് കേരളം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇനി അത് പ്രതികരിക്കേണ്ടത് കേരളത്തിൻ്റെ അധികാരം കൈയാളുന്നവരും അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രതിപക്ഷവും ഒക്കെയാണ്. തീർച്ചയായിട്ടും ഈ കാര്യത്തിൽ വി ഡി സതീശനും മുഖ്യമന്ത്രി വി ഡി സതീശനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും മുസ്ലിം ലീഗിൻ്റെ നേതാക്കളും ഒക്കെ ഒത്തൊരുമിച്ച് കേന്ദ്രത്തിൽ നിന്ന് BJP, കേരളത്തിലെ BJPക്ക് 3 MLA-മാരുണ്ട്. ഈ കേന്ദ്രത്തിലെ BJP സർക്കാരിനെ ഇവിടുത്തെ MLA-മാരെ കൊണ്ട് സമ്മർദ്ദം ചെലുത്തിച്ച് പാരിസ്ഥിതിക അനുമതിയൊക്കെ നേടി അവിടെ പുതിയ ഡാം നിർമ്മിച്ച് വെള്ളം തമിഴ്നാട്ടിന് കൊടുക്കണം. തീർച്ചയായിട്ടും. അതുകൊണ്ട് ഒരു തെറ്റുമില്ല അതിൽ. അത് ആവശ്യമുള്ള കാര്യമാണ്. നമ്മുടെ സഹോദര സംസ്ഥാനമാണ്, നമ്മളൊക്കെ ഇന്ത്യക്കാരാണ്, നമ്മളെല്ലാം ഏകോദര സഹോദരങ്ങളാണ്. അതുകൊണ്ട് അതിലൊന്നും ഒരു തെറ്റുമില്ല. പക്ഷേ ഇതിൻ്റെ പുറകിൽ ഒളിഞ്ഞിരിക്കുന്ന ഇവാഞ്ചലിക്കൽ അജണ്ട തിരിച്ചറിയപ്പെടുക തന്നെ വേണം. തീർച്ചയായിട്ടും.